ഡ്രമ്മിനകത്ത് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഡ്രമ്മിനകത്ത് ഡ്രാഗൺ ഫ്രൂട്ട് തൈ വെക്കുന്നത് എങ്ങനെയാണ്, ഡ്രാഗൺ ഫ്രൂട്ട് തൈ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ആയിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വലിയൊരു ഫാം വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രാഗൺ ഫ്രൂട്ട് ഉമ്മർ കുട്ടിക്കാരൻ്റെ മലപ്പുറത്തുള്ള, അവിടെ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രമ്മിനകത്ത് എങ്ങനെയാണ് വെക്കണം എന്നുള്ളതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങൾ കാണാം. വീഡിയോ നമ്മൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. എന്തൊരു ഭംഗിയല്ലേ കാണാൻ ഡ്രാഗൺ ഫ്രൂട്ട്. ഇവിടെയൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട്, ചിലത് ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ നിന്ന് കമ്പ് നേരിട്ട് മുറിച്ചിട്ട് അങ്ങനെ കുത്തിയിട്ടല്ല നമ്മൾ തൈ ഉൽപ്പാദിപ്പിക്കണേ? അത് നേരിട്ടല്ല. ഇതിപ്പോ കായ്ച്ചല്ലോ, ഈ കായ്ച്ച് ഇതിന്റെ സീസൺ നവംബർ വരെ ഉണ്ട്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ സാധാരണ ഒരു ടയറിന്റെ മേലെന്ന് ഒരടി വിട്ടിട്ട് ഇതിന് കട്ട് ചെയ്യും. എന്നിട്ട് ഈ തൂമ്പ് ഒഴിവാക്കും അതോ അതാണ് എടുക്കുക? അല്ല, ഈ ഇതിന്നിട്ട് ഓരോ അടി പീസാക്കിയിട്ട്. ഓക്കെ, ആ കായ്ച്ചതാണ് ഓരോ അടി പീസാക്കി എടുക്കല്ലേ? അങ്ങനെ ആവുമ്പോ ഈ തണ്ട് മൂപ്പായി. ഓക്കെ, മറ്റേത് ഇളയ തണ്ടാവുമ്പോ നമുക്ക് കായ്ക്കാൻ സമയം എടുക്കും. എല്ലാ തണ്ടും പറ്റില്ല, കായ്ച്ച തണ്ട് മാത്രം എടുക്കുക. ഇളയ തണ്ട് എടുത്ത അതാണ് ഇളയ തണ്ട് കൊണ്ടാണ് ഇപ്പൊ നമ്മള് അവിടെ കമ്പോസ്റ്റ് ചെയ്യുന്നത്. ഉപയോഗിക്കില്ല. ഇപ്പൊ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ തലപ്പൊക്കെ കമ്പോസ്റ്റിലേക്ക് മാറ്റും. അതൊക്കെ മാറ്റും. എന്നിട്ട് ബാക്കിയുള്ള ഏരിയ മാത്രം എടുത്തിട്ട് ഇതുപോലെ കുത്തി വെക്കും. ഇതുപോലെ കുത്തി വെക്കും. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ മണ്ണിൽ കുത്തി വെക്കും. ഓക്കെ, ബെഡ്മാരി എടുത്തിട്ട് ഇതിപ്പോ ഒരു 2 മാസം കൊണ്ട് ഇങ്ങനെ വേര് പിടിച്ച് പൊന്തിട്ടുണ്ടാവും. ഇപ്പൊ വേര് പിടിക്കാൻ 2 മാസം പിടിക്കും? ഏതാണ്ട് ഒരു 1-2 മാസം. 1-2 മാസം. ആ വേര് പിടിച്ചതിന് ശേഷമാണ് പിന്നെ ഡ്രമ്മിലേക്ക് മാറ്റുക. അതിന് ശേഷം ഒന്നെങ്കിൽ ഡ്രമ്മിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഇതുപോലെ കൂടത്തൈകൾ നഴ്സറി ആയിട്ട് ഗ്രോ ബാഗിലേക്ക് മാറ്റും. ആവശ്യക്കാർക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കും. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇതിൽ നിന്നുള്ള ഇത് ബൾക്കായിട്ട് ഏക്കർ കണക്കിന് ചെയ്യുന്നവര് ഇങ്ങനെ കൊണ്ടുപോകും. ഈ കൂടത്തൈ കൊണ്ടുപോകണമെങ്കിൽ ട്രാൻസ്പോർട്ട് വലിയ എമൗണ്ട് വരും. ഓക്കെ, മറ്റേതാണെങ്കിൽ പറിച്ചു കണ്ട് 50 പാക്ക് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകില്ല. അപ്പൊ മണ്ണ് വേണം നിർബന്ധമില്ലല്ലേ? നിർബന്ധമില്ല. കുറച്ച് ദിവസം, എത്ര ദിവസം വരെ അങ്ങനെ നിൽക്കാൻ സാധ്യത? അങ്ങനെ നമുക്ക് ഒരാഴ്ച 10 ദിവസമൊക്കെ നിൽക്കും, കുഴപ്പമൊന്നുമില്ലല്ലേ? കാരണം ഇവിടുന്ന് നമ്മൾ അങ്ങനത്തെ കൂടെ തൈകള് അല്ല ഇങ്ങനെ പറിച്ച തൈകള് അസാമിക്ക് വരെ വിട്ടുന്നുണ്ട്. ആവശ്യക്കാർക്ക് അങ്ങനെ 12 ദിവസം കഴിഞ്ഞിട്ട് അസാമിലെത്തും. ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ലല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇതുപോലെ വേര് പിടിച്ച തൈയാണ് നേരിട്ട് ഡ്രമ്മിൽ വെക്കാൻ പോണല്ലേ? അല്ലാതെ ഡ്രമ്മിൽ നമ്മൾ ഇതിമന്ന് കട്ട് ചെയ്തിട്ട് നേരിട്ട് വെക്കണില്ല. പക്ഷെ അത് ഇത്രയും സമയം എടുക്കുമല്ലോ, വേര് പിടിക്കാൻ സമയം എടുക്കുമല്ലോ. ഓക്കെ, വേര് പിടിപ്പിച്ചിട്ട് വെക്കല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ എങ്ങനെയാണ് തൈ ഉൽപ്പാദനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നമ്മൾ വേര് പിടിച്ചിട്ടുള്ളതാണ് ഡ്രമ്മിലേക്ക് മാറ്റാൻ പോകുന്നത്. ഇതൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഇതൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ, അധികമായിട്ടില്ല അല്ലേ? 2 തൈയാണ് ഒരു ഡ്രമ്മിൽ 2 തൈയാണ്. അതായത് 200 ലിറ്ററിന്റെ ഡ്രമ്മ്, അത് പകുതിയാക്കി കഴിഞ്ഞാൽ 100 ലിറ്റർ കപ്പാസിറ്റി. അത് ഇതുപോലെ 4 ഫ്രെയിം കൊടുത്തിട്ട് മുക്കാലുള്ള പൈപ്പാണ്. മുക്കാൽ പൈപ്പ് കൊടുത്തല്ലേ? അതിൽ 10 mm 2 കമ്പിയാണ് ക്രോസ് ഇട്ടിട്ടുള്ളത്. സെൻട്രൽ PVC പൈപ്പാണ് ഇത്. എന്ത് പൈപ്പോ കഷ്ണം എന്തായാലും വേണ്ടില്ല, അത് ജസ്റ്റ് അതിന് പിടിച്ച് കയറാനുള്ള മേലെ കയറാൻ മാത്രമേ. മേലെ കയറി കഴിഞ്ഞാൽ പിന്നെ ശരിയല്ല, ആവശ്യമില്ല. ഇങ്ങനെ ക്രോസിൽ ഇതുപോലെ പൈപ്പ് കൊടുത്ത് അതിന്റെ മേലെ ഒരു ടയർ വെക്കുക. ഓക്കെ, ഇതിപ്പോ എത്ര ആയതാണ് പ്രായതാണ്? ഇതിപ്പോ ഒരു 6 മാസത്തോളം. 6 മാസം. അപ്പൊ വള്ളി കയറി വരികയാണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ തുടക്കം ആദ്യം അറിയണം, എന്താണ് അതിൽ ഉള്ളിൽ ഇട്ടുകണെന്നുള്ളതൊക്കെ അറിയണം. അത് നമുക്ക് ഇടുമ്പോ നോക്കാം. ഓക്കെ, സെറ്റാക്കാനുള്ള പരിപാടി ഉണ്ട് അല്ലേ ഫ്രണ്ട്സ്? ഇതിന് ഓരോ ഘട്ടമായിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. ഇത് കാക്ടസ് ഇനത്തിൽപ്പെട്ട ഏതാ ഐറ്റം? പ്രിക്ലി പിയർ എന്ന് പറഞ്ഞാൽ. പ്രിക്ലി പിയർ അല്ലേ? ഗൾഫിലൊക്കെ ബർസൂമി എന്നാണ് ഐറ്റം. ഓക്കെ, നമുക്കതെല്ലാം നോക്കാനുള്ളത്. നമുക്കിതാ ഇവിടെയാണ്. ഇത് കുറച്ച് വലിയ തൈയാണ് വെക്കേണ്ടത്. അതിപ്പോ അത്രയും പൊന്തിക്കോളും, പെട്ടെന്ന് പൊന്തിക്കോളും. വലിയ തൈ വെക്കാണല്ലേ? അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് 2 അല്ല 3 4 വെക്കണം എന്നുണ്ടെങ്കിൽ പറ്റുമോ? വെച്ച് കഴിഞ്ഞാലേ ഇതായത് ഓവർകൂടാണ്. ഇത് വർഷങ്ങളോളം നിൽക്കുന്ന ചെടിയല്ലേ, അപ്പൊ 2 തന്നെ മാക്സിമം മതി. 2 മതി അല്ലേ? അതാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിന്റെ പിന്നെ പ്രൂണിങ് സ്റ്റേജ് ഒക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് കാഴ്ചയ്ക്ക് ശേഷം പ്രൂൺ ചെയ്തു, അതിന് മുമ്പ് ചെയ്യണ്ടല്ലേ? അതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിപ്പോ സിംഗിൾ പീസ് ആയിട്ട് വരികയാണെങ്കിൽ ഇതിന്റെ ടയറിന്റെ മേലെ ഒരടി പൊക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഒക്കെ നമുക്ക് ഇതുപോലുള്ള ഡ്രമ്മുകളിൽ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതിലൊക്കെ ചെയ്യാനുള്ളതാണ്. ഇതിപ്പോ ഇത് സിംഗിൾ ആയിട്ട് പോവാണ്. സിംഗിൾ ആയിട്ട് മേലെ പോയി കഴിഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കട്ട് ചെയ്യല്ലേ? കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടുന്ന് ബ്രാഞ്ചുകൾ വരല്ലോ. ഇവിടെ കട്ട് ചെയ്താൽ തൊട്ട് പുറത്തുനിന്ന് ബ്രാഞ്ചസ് കൂടുതൽ വരും, അല്ലെങ്കിൽ ഇത് ഒറ്റ പീസ് ആയിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കും. അപ്പൊ ബ്രാഞ്ചുകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ പ്രൂൺ ചെയ്ത് എല്ലാത്ത കറക്റ്റ് ആയിട്ട് തന്നെ വരികയാണെങ്കിൽ പിന്നെ എന്താണ് ഫ്ലവറിങ്ങിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? സീസൺ കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോ അവിടെ നിന്ന് വരുന്നതല്ലേ, അത് ഇങ്ങോട്ട് മറിക്കാം. ഇനി ഇത് വരുമ്പോ ഇത് അങ്ങോട്ട് മറിക്കും, നേരെ ഇങ്ങോട്ട് മറിക്കില്ല. അപ്പൊ ഒരു പിടുത്തം കിട്ടും, അപ്പൊ ബാലൻസ് ആയി കിട്ടും. ഓക്കെ, മറ്റേത് ഇവിടെ നിന്ന് വരുമ്പോ ഇത് ഒടിഞ്ഞു പോകും. ഓക്കെ, അത്രയും ശ്രദ്ധിച്ചാൽ. തൈകള് നമ്മള് 2 ഡ്രമ്മിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇനി അടുത്തത് ഇത് മണ്ണാണോ കമ്പോസ്റ്റ് ആണോ? ഒരു കൊട്ട മണ്ണ്. ഇത് ഒരു കൊട്ട മണ്ണാണ് ആദ്യം ചേർക്കുന്നത്. അതിന്റെ കൂട്ടത്തില്
1 കൊട്ട ചാണകപ്പൊടിയും 1 കിലോ വേപ്പും പിണ്ണാക്കും 1 കിലോ എല്ലുപൊടി ഇതെല്ലാം കൂടി ഇതിലുണ്ടോ? അപ്പൊ ഇത് ഏകദേശം എത്രയായിരിക്കും അളവുണ്ടാവുക? അതായത് ഇതിന് 1 കൊട്ട മണ്ണേ ഇടുള്ളൂ. അതിന്റെ ശേഷം പിന്നെ 1 കൊട്ട ചാണകപ്പൊടിയും 1 കിലോ വേപ്പും പിണ്ണാക്കും 1 കിലോ എല്ലുപൊടി. അപ്പൊ ഇതിപ്പോ മണ്ണ് മാത്രം എല്ലാം അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ ശേഷം ഇനി 1 കൊട്ടയും കൂടി ഇടും. 1 കൊട്ടയും കൂടി ഇടല്ലേ? മിക്സ് ചെയ്തതാണ്. ഒക്കെ മിക്സ് ചെയ്താണല്ലോ. അപ്പൊ ഓരോ കൊട്ടയിൽ കുറേശ്ശെ കൊണ്ടുവരണല്ലേ? ഞാൻ എല്ലാം കൂടി ഒറ്റ കൊട്ടയിലുണ്ട്. ഓക്കെ ഓക്കെ. ഇങ്ങനെ 2 കൊട്ട ഇതിലിടുള്ളൂ. ഓക്കെ ഓക്കെ. വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, പിന്നെ മണ്ണ്. അതില് കുറച്ച് മുട്ടത്തോടുണ്ടോ അല്ലെ? എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഇതുപോലെ മിക്സ് ആയിട്ടുള്ള ഒരു കൊട്ട എടുത്തിട്ട് ഇനി കുറച്ചും കൂടി അവിടെ മിക്സ് ചെയ്തിരിക്കണെന്ന് പറഞ്ഞു. അപ്പോൾ എടുക്കാൻ പോവാണേ. ഇത് ഇതിന്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് വെച്ചാൽ മതിയോ? ഇതൊരു ടയർ ചെയ്ത് നമ്മൾ എന്തെങ്കിലും കമ്പിട്ട് കെട്ടി കൊടുത്താൽ മതിയല്ലേ? എന്നിട്ട് ഇതിന്റെ മേലെ കൂടിയാണ് ഇത് പുറത്തേക്ക് വരുന്നത് അല്ലേ? അതിലാണ് വെയിറ്റ് ഇതാണ്. ഇതിലാണ് മൊത്തം വെയിറ്റ് വരില്ലേ? അപ്പോൾ ഇത് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഇത് പൈപ്പും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ്ങിൽ വെക്കണം. പൈപ്പ് സ്ട്രോങ്ങിൽ വെക്കണം. അത് ചിലവരെന്താ ചെയ്യും, PVC പൈപ്പിൽ കൊണ്ടേ വെക്കും. അത് അധികം നാൾ നിൽക്കില്ല. അപ്പൊ ചെയ്യുന്നത് നല്ല ബലത്തിൽ. ഇത് എന്താണ്? ഇതാണ് നമ്മളെ കമ്പോസ്റ്റ്. ഓക്കെ. ഇതിൽ മണ്ണില്ലല്ലേ? ഇതിൽ മണ്ണില്ല. ഓക്കെ, ഇട്ടോളി. ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ഇടുവോ? ഇല്ല. ഇനി 3 മാസം കഴിഞ്ഞിട്ട്. ഇനി 3 മാസം കഴിഞ്ഞിട്ടല്ലേ? മാസത്തിലാണ് നമ്മളെ പ്രയോഗം. അപ്പൊ ഇനി 3 മാസം വരെ ഇതിൽ നന എങ്ങനെയാണ്? ഇപ്പൊ മഴക്കാലത്ത് നനക്കേണ്ട ആവശ്യമില്ല. വേനലിൽ മാത്രം ആഴ്ചയിൽ 2 വട്ടം. ഇത് ഇൻഡോറിൽ വെക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിന് വെയിൽ തട്ടണം. ഫുള്ളായിട്ട് വെയിൽ തട്ടണം. അപ്പൊ മഴ പെയ്യണ സമയത്ത് വെള്ളം എക്സസൈസുള്ള വെള്ളം പോകാൻ വേണ്ടി സൈഡിലൊക്കെ ഹോൾസ് ഇട്ടിട്ടുണ്ടല്ലേ? വെള്ളം നിൽക്കാൻ പാടില്ല. ഇപ്പൊ ഇതിന്റെ വേര് ഇപ്പൊ അടിയിൽ മുട്ടിച്ചിട്ടല്ലേ നിക്കണേ? അപ്പൊ ഇതിന് വേര് താഴോട്ട് പോവില്ല. കുറഞ്ഞ പേരുണ്ടാവില്ലേ? സാധാരണ നമ്മൾ കണ്ടത് മൊത്തം ഇട്ട് സെറ്റ് ആക്കിയിട്ട് അതിൽ പിന്നെ കുഴി എടുത്തിട്ട് വെക്കണതാണ് കണ്ടുള്ളത്. ഇങ്ങനെ ചെയ്താൽ മതി. നേരിട്ട് വെച്ചോണ്ട് കുഴപ്പമില്ലല്ലേ? ഓക്കെ. അപ്പൊ ഇനി ഇതിപ്പോ ഏകദേശം കായ്ക്കാന് ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ അടുത്ത ഏപ്രിൽ ആകുമ്പോഴത്തേനും കഴിക്കും. അടുത്ത സീസണിൽ ഈ സംഭവം കഴിക്കും അല്ലേ? ഏകദേശം ഒരു 6 മാസം പ്രായമുള്ള തൈയാണല്ലോ അല്ലേ? 6 അതിൽ കൂടുതലായിട്ടുണ്ട്. അത് കൂടുതലായിട്ടുണ്ടാവും അല്ലേ? ഈ സീസണിൽ കായ്ക്കാൻ സമയമില്ല. അപ്പൊ ഇനി അടുത്ത സീസണിലായിരിക്കും മിക്കാറുണ്ട്. ഇത് ഇനിയിപ്പോ വേര് പിടിക്കാൻ എത്ര ദിവസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും? ഇതൊക്കെ വേര് പിടിച്ച തൈകളാണ്. പുതിയ ഇതിലേക്ക് ഒരു 1.5 മാസത്തോളം 1.5 മാസം വെയിറ്റ് ചെയ്യണം. 1.5 മാസത്തോളം എടുക്കും. അപ്പൊ മഴവെള്ളം വീഴാത്ത രീതിയിൽ അല്ല, തങ്ങി നിൽക്കാത്ത രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി. ഈ പ്ലാന്റ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എത്ര വർഷം വരെ നമുക്ക് ഇതിന് ഈൽഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്? ഇത് ലൈഫ് പറഞ്ഞാൽ 10-25 വർഷം നിൽക്കും. 25 വർഷം ആയവരുണ്ട് നമ്മളെ ഗ്രൂപ്പിൽ. 22 വർഷം ആയവരുണ്ടല്ലേ ഈ ഡ്രാഗൺ ചെയ്യുന്നവരല്ലേ? ഓക്കെ. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്ത് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ടുണ്ടായാൽ മതി. ഇതിന്റെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല ബലത്തിൽ വെക്കണം എന്ന് പറയുന്നത്. ഈ ഡ്രമ്മിലാകുമ്പോൾ ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ കണ്ട് മണ്ണിൽ വെച്ച് പില്ലറിൽ വെച്ച് കണ്ട് നല്ല തിങ്ങി നിറഞ്ഞിക്കണേ 5-6 വർഷം പ്രായമായില്ലേ? അപ്പൊ അതുപോലെയൊക്കെ പ്രായത്തിൽ ഇത് എത്തുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോലെ. 2 വർഷമായി കഴിഞ്ഞാല് 2 പ്രാവശ്യം കാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ആ കാഴ്ച തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് പ്രൂൺ ഒഴിവാക്കി കൊടുക്കും. ഇപ്പൊ ഇവിടെ കണ്ടില്ല, ഇതുപോലെ നമ്മള് അത് നമ്മൾ ഡ്രമ്മിൽ വെച്ച്. ഇത് എത്ര വർഷമായതാണ്? ഇത് 3 വർഷമായതാണ്. 3 വർഷമായതാണല്ലേ? ഇനിയിപ്പോ ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ കാഴ്ച തണ്ടുകളൊക്കെ കട്ട് ചെയ്യും. 2 തൈ വെച്ചിട്ടുള്ളൂ, അത് കണ്ടില്ല ഇത്രയും ക്രോഡായി. 2 തൈ വെച്ചത് 3 വർഷം കൊണ്ട് ഇത്രയായി അല്ലേ? അത്യാവശ്യം നല്ല പഴങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ ഇത് സീസൺ കഴിഞ്ഞപാട് ഈ കാഴ്ച കട്ട് ചെയ്യും അല്ലേ? ഓക്കെ. കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ഇതിന്റെ ഉള്ളില് ഫ്ലവറിങ് വന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരില്ല. അപ്പൊ അത് കട്ട് ചെയ്യൽ മസ്റ്റ് ആവും. ഓക്കെ. ഇതിപ്പോ ഈ കാഴ്ച ഉണ്ടല്ലോ, ഇതിപ്പോ ഇതിന്റെ എൻഡിലൊക്കെ അല്ലേ നിൽക്കുന്നത്. ഇത് ഇനി ഇതിന്റെ ഇടയിൽ മേലൊക്കെ ഇനി ഫ്ലവർ വരാൻ ചാൻസ് ഉണ്ട്. അത് ഒറ്റ ഇതിലും ഒന്നേ വരുള്ളൂ. ഇടയിലൊക്കെ വരുന്നുണ്ടല്ലേ? ഇടയിൽ വരും. അല്ലാതെ തൂമ്പില് മാത്രല്ലേ വരില്ല? വരും. ഓക്കെ. ഇവിടെ കണ്ട് ഇതേപോലെ ഇപ്പൊ ഇവിടെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇതിന്റെ ഇടയിലൊക്കെ വരും. ഓരോ മുള്ളിലും വരും അല്ലേ? ഓക്കെ. പിന്നെ എന്തെങ്കിലും ഈ ഡ്രമ്മിൽ വെക്കണത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡ്രമ്മിൽ അത്ര തന്നെ ഉള്ളൂ. നമ്മൾ ഇതുപോലെ തന്നെ വളപ്രയോഗം ചെയ്യാൻ അതിൽ സോളിഡ് ആയിട്ടുള്ള വളം ചെയ്യാൻ കുറെ പ്രയാസകരമാണ്. അത് പെട്ടെന്ന് നിറഞ്ഞു പോകുമല്ലോ. അപ്പൊ ലിക്വിഡ് ആയിട്ടുള്ള നമ്മളെ ചാണകവും ഗോമൂത്രം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ വെച്ചതിലൊക്കെ കണ്ടത് ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ചേ കാണുന്നുള്ളൂ.
ഇത് മുട്ടത്തോടെ അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ ഉണ്ടല്ലോ വെള്ളം തന്നെ. മിക്സ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതിന്റെ മേലെ കൂടി അതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതിൽ മണ്ണില്ലാത്ത കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് അടിയിൽ ആ ഒരു കൊട്ട മണ്ണ് മതി. ഇനി ഇതിലേക്ക് മണ്ണിടലില്ല. ഇനി ഇതിലൊന്നും വേണ്ട. ഇനി ആ വളം അങ്ങനെ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിന്റെ കൂട്ടത്തിൽ മണ്ണ് ചേർക്കലില്ല. ഇനി അപ്പൊ ഇത് കാലാകാലം ഈ ഒരു ലെവലിൽ തന്നെ ഇതിന്റെ വേര് ആ ഒരു ലെവലിൽ തന്നെ വളം ഇട്ട് കൊടുക്കും. വളം ഇട്ട് കൊടുക്കും. ഓരോ 3 മാസം കൂടും വളപ്രയോഗം. അതായത് ചാണകപ്പൊടിയും വേപ്പും ഉണ്ടാക്കി എല്ലുപൊടി ഇട്ട് കൊടുക്കും. എല്ലുപൊടി ഇട്ട് കൊടുക്കും. അതിൽ മണ്ണിഞ്ഞ് ചേർക്കലില്ല. അതിൽ മണ്ണ് ചേർക്കല്ലേ അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനും കൂടുതൽ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ലല്ലേ ഇങ്ങനെ ഡ്രമ്മിൽ ചെയ്യണേ? ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇക്കടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലേ? ഓക്കെ. ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.